നോർമലി ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ? നമ്മൾ കഴുകി വെച്ച ചിക്കൻ എടുക്കുക, അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കാശ്മീരി മുളക് പൊടി, ശേഷം നമ്മുടെ അങ്ങാടി കടകളിൽ നിന്ന് കിട്ടുന്ന മസാല പാക്കറ്റ് ഇല്ലേ, അത് പൊടിച്ച പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചിക്കനെ നമുക്കൊന്ന് സ്നേഹത്തോടെ കുഴച്ചെടുക്കാം. അങ്ങനെ സ്നേഹത്തോടെ കുഴച്ചെടുത്ത ചിക്കൻ നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയേക്കാം. ആ സമയത്ത് സ്റ്റൗ കത്തിക്കുക, പാത്രം വെക്കുക, ശേഷം കുറച്ച് വെളിച്ചെണ്ണ, അതിലോട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക ചേർക്കുക. അതിലോട്ട് സവാള, ഒരു നുള്ളുപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലോട്ട് ചെറിയ ഉള്ളി, അത് വരണ്ട് വന്നാൽ നമുക്ക് അതിനകത്തോട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പച്ചമുളക്, ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത്. ഇനി ചേർക്കേണ്ടത് നമ്മുടെ തേങ്ങ. ആ തേങ്ങ ഒന്ന് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ചൂടാക്കിയാൽ മതി. അതിനകത്തോട്ട് കുറച്ച് ജീരകവും ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. നമുക്ക് എത്രത്തോളം എരിവ് വേണം അത്രത്തോളം നമുക്ക് മുളക് പൊടി ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മുടെ ആ സ്നേഹത്തോടെ എടുത്ത് വെച്ച ചിക്കനില്ലേ, അത് നമുക്ക് അതിലോട്ട് ചേർക്കാം. ശേഷം അത് അടച്ച് വെക്കുക. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം വരും. നമുക്കിനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണം. നമുക്ക് കുറച്ച് നേരം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം വന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് അതൊന്ന് തിളച്ച ശേഷം കുറച്ച് കരിവേപ്പിലയും മല്ലിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.